നമസ്കാരം. നമ്മുടെ വീട് അലങ്കരിക്കുവാനും അതേപോലെ അതിമനോഹരമാക്കുവാനും ചില സസ്യങ്ങൾ വളർത്തുന്നതാകുന്നു. ഇവയിൽ പലതും ഔഷധമൂല്യമുള്ളതാണ് എന്നതും വാസ്തവമായ കാര്യമാകുന്നു. ചില സസ്യങ്ങൾ നെഗറ്റീവായും പോസിറ്റീവായും ഊർജം അഥവാ ഈശ്വരാധീനം ഇരട്ടിപ്പിക്കുവാൻ സഹായകരമായ സസ്യങ്ങളാകുന്നു. ഇത്തരം സസ്യങ്ങൾ അതിനാൽ വീടുകളിൽ വളർത്തുന്നത് മഹാഭാഗ്യം, ഉയർച്ച എന്നിവ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. അത്തരത്തിൽ ഒരു സസ്യമാണ് ശംഖുപുഷ്പം എന്ന സസ്യം. അതിമനോഹരമായ പുഷ്പമാണ് ഇവ. അഥവാ ഈ പുഷ്പങ്ങൾ വളരെയധികം മനോഹാരിത നൽകുന്നു എന്നതും വാസ്തവമാണ്. പൂവിടുന്നതിനോടൊപ്പം ഇവ വീടുകളിൽ ഐശ്വര്യം നിറയ്ക്കുന്നവ കൂടിയാകുന്നു. ഇതിനാൽ നമ്മളിൽ പലരും ഇവയെ വീടുകളിൽ വളർത്തുന്നതുമാണ്. എന്നാൽ നീല ശംഖുപുഷ്പം വീടുകളിൽ വളർത്തുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വലിയ മാറ്റങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഈ പുഷ്പം നിത്യവും വീഡിയോയിൽ പരാമർശിക്കും വിധം ചെയ്യുകയാണ് എങ്കിൽ സർവ്വ ഐശ്വര്യമാണ്. ഇവ എന്തെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം. ദേവലോകവുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന ഒരു പുഷ്പം തന്നെയാണ് ശംഖുപുഷ്പം. ശംഖുപുഷ്പം ദേവലോകത്തു നിന്നും ഭൂമിയിലേക്ക് കൊണ്ടുവന്ന പുഷ്പമായി തന്നെ പരാമർശിക്കുന്നതാകുന്നു. വിഷ്ണു ഭഗവാന്റെ പാഞ്ചജന്യവുമായി ഈ പുഷ്പത്തെ ഉപമിക്കുന്നതുമാകുന്നു. ഗുരു ശുക്രാചാര്യരാണ് ഈ ദിവ്യ പുഷ്പത്തെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് എന്നാണ് വിശ്വാസം. ഇതിനാൽ തന്നെ ഈ പുഷ്പത്തെ ദിവ്യ പുഷ്പമായി തന്നെ പൂജകളിലും മറ്റും ഉപയോഗിക്കുന്ന പുഷ്പം തന്നെയാണ്. അത്തരത്തിൽ ഒരു ദിവ്യ പുഷ്പമായി തന്നെയാണ് ശംഖുപുഷ്പത്തെ കണക്കാക്കുന്നതും. അത്രമേൽ പ്രാധാന്യം ഈ പുഷ്പത്തിനുണ്ട്. സകല ദേവതാ പ്രീതിയുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സാധാരണ ശിവപ്രീതിക്കും ശാസ്താപ്രീതിക്കും ഏറ്റവും ശുഭകരമാണ് ശംഖുപുഷ്പം എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ വിഷ്ണു പ്രീതിക്കും ദേവീ പ്രീതിക്കും ഉത്തമമായ പുഷ്പം എന്നും ശംഖുപുഷ്പത്തെ പരാമർശിക്കുന്നതാകുന്നു. എന്നാൽ ചില ഇടങ്ങളിൽ ദുർഗാദേവിയുടെ അവതാരമായി ഇവയെ കണക്കാക്കുന്നതുമാണ്. ചിലയിടങ്ങളിൽ അപ്രകാരമാണ് പരാമർശിക്കുന്നത്. സകല ദേവതാ പ്രീതിക്കും അത്ഭുതകരമായ ഒരു പുഷ്പം തന്നെയാണ് ശംഖുപുഷ്പം എന്ന കാര്യം ഓർക്കുക. അതിനാൽ തന്നെ ഈശ്വരാധീനം ഉള്ള ഭൂമിയിൽ മാത്രമേ ഇവ വിടരൂ. നിങ്ങളുടെ ഭൂമിയിൽ ഈശ്വരാധീനമുണ്ട് എങ്കിൽ തീർച്ചയായും ഈ പുഷ്പം നിങ്ങളുടെ വീടുകളിൽ വിടരും എന്നതാണ് വാസ്തവം. അഥവാ ധാരാളമായി വളരുകയോ തഴച്ചു വളരുകയോ ചെയ്യാം. ഇവ പരിപാലിക്കുന്നതും ഭാഗ്യം തന്നെയാണ്. തീർച്ചയായും ആ വീടുകളിൽ ഭാഗ്യം ഇരട്ടിക്കുവാനും ഉയർച്ച ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും സഹായകരമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ട ദോഷഫലങ്ങളെ പോലും ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ ശംഖുപുഷ്പത്തിന് പ്രത്യേകമായ കഴിവുണ്ട് എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ വൃത്തിയുള്ള ഇടത്തെ ശംഖുപുഷ്പം വളർത്തുവാൻ പാടൂ എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ നാം വീടുകളിൽ ഇവ വളർത്തുമ്പോൾ വൃത്തിയുള്ള ഇടത്ത് മാത്രമേ നടാൻ പാടൂ. കിണറിനോട് ചേർന്നും ഇവ നടാം എന്നതും വാസ്തവമായ കാര്യമാണ്. അതും മറ്റൊരു പ്രത്യേകതയാകുന്നു. കിണറിനോട് ചേർന്ന് ശംഖുപുഷ്പം വളർത്തുന്നതും ശുഭകരമാകുന്നു. ഇവ ചില ദിശകളിൽ നടുന്നത് കൂടുതൽ ഫലങ്ങൾ അഥവാ ഇരട്ടി ഫലം ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സഹായകരമാണ്. അതിനാൽ ഞാൻ ഈ പറയുന്ന ദിശകളിൽ ശംഖുപുഷ്പം നിങ്ങളുടെ വീടുകളിൽ ഉണ്ടോ എന്ന് നോക്കുക. ഇനി അഥവാ ഇല്ല എങ്കിൽ നട്ടു വളർത്തുവാൻ ആഗ്രഹിക്കുന്നവർ നടുമ്പോൾ ഈ ദിശയുടെ കാര്യവും പ്രത്യേകം ഓർത്തിരിക്കുക. ഔഷധമൂല്യമുള്ള ഒരു സസ്യമായി തന്നെ ശംഖുപുഷ്പത്തെ പരാമർശിക്കുന്നതാകുന്നു. ഇതിനാൽ തന്നെ ഈ സസ്യം വടക്ക് അല്ലെങ്കിൽ കിഴക്ക് നടുന്നത് ഏറ്റവും വിശേഷമായാണ് കരുതുന്നത്. സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. എന്നാൽ ഈശ്വരാധീനം, ഭാഗ്യം എന്നിവ വർദ്ധിപ്പിക്കുവാൻ വടക്ക് കിഴക്ക് മൂല ഏറ്റവും ശുഭകരമാണ്. മറ്റൊരു പ്രത്യേകത ഈശാനമൂലയിൽ ഈ സസ്യം വളർത്തുന്നതും സർവ്വ ഐശ്വര്യപ്രദമാണ് എന്ന് തന്നെ ആണ്. അതായത് ഈശാനമൂലയിൽ വളർത്തുന്നതിലൂടെയും സർവ്വ ഐശ്വര്യങ്ങളും ആ വീടുകളിലേക്ക് വന്നു ചേരാം. അതിനാൽ തന്നെ ഈശാനമൂലയിൽ നട്ട് പരിപാലിക്കുന്നതും ശുഭകരമാകുന്നു. ആ ചെടി വളരും തോറും ഭാഗ്യവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും അഥവാ വർദ്ധിച്ചു കൊണ്ടിരിക്കും എന്നാണ് പറയുക. കൂടാതെ പല അത്ഭുതകരമായ മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കുവാൻ സാധിക്കും. അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേ ഇരിക്കും. എന്നാൽ പുഷ്പങ്ങളുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ വീടുകളിൽ ശംഖുപുഷ്പമുണ്ട് എങ്കിൽ ആ ശംഖുപുഷ്പം വിടരുന്നതായ അവസരത്തിൽ അവ ഒന്ന് എണ്ണി നോക്കുക.
എത്ര പുഷ്പമുണ്ട് എന്ന് നോക്കുക. ആ സംഖ്യയുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. ഒറ്റ സംഖ്യയിലാണ് നിങ്ങളുടെ വീടുകളിൽ ശംഖുപുഷ്പം വളരുന്നത് എങ്കിൽ വളരെ ഭാഗ്യമാണ് എന്ന് തന്നെ പറയാം. സർവ്വ ഐശ്വര്യപ്രദമാണ് എന്ന കാര്യം നിസ്സംശയം പറയുവാൻ സാധിക്കും. എന്നാൽ ഇല കാണാത്ത വിധം അവ പൂക്കുകയാണ് എങ്കിൽ അഥവാ പുഷ്പങ്ങൾ വിടരുകയാണ് എങ്കിൽ അത് മഹാഭാഗ്യമായി തന്നെയാണ് കണക്കാക്കുന്നത്. എന്നും പൂവിടുന്നത് ഈശ്വരാധീനത്തെ സൂചിപ്പിക്കുന്നതാകുന്നു. നിത്യവും ഒരു പുഷ്പമെങ്കിലും വിടരുന്നുണ്ട് എങ്കിൽ അത് ആ വീടുകളിൽ ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നു, നിലനിൽക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാകുന്നു. നിത്യവും ചില കാര്യങ്ങൾ ശംഖുപുഷ്പവുമായി ബന്ധപ്പെട്ട് നാം ചെയ്യുകയാണ് എങ്കിൽ അത് സർവ്വ ഐശ്വര്യപ്രദവും ആ വീടുകളിൽ സർവ്വ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്നതിനും സഹായകരമായി തീരും. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്നതായ പല ദോഷകരമായ ഫലങ്ങൾക്കും അറുതി വരുത്തുവാനും അവയുടെ കാഠിന്യം കുറയ്ക്കുവാനും സഹായകരം കൂടിയാണ് ഇപ്രകാരം ചെയ്യുന്നത്. ആ കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. വിളക്ക് കൊളുത്തുന്നതുമായി ബന്ധപ്പെട്ട് ആദ്യം ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. ഏവരും വീടുകളിൽ വിളക്ക് കൊളുത്തുന്നവർ തന്നെയാകുന്നു. എന്നാൽ നിത്യവും വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ ഒരു ശംഖുപുഷ്പം കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇപ്രകാരം ചെയ്യുന്നത് സർവ്വ ഐശ്വര്യപ്രദം തന്നെയാണ്. എന്നാൽ ഈ കാര്യം ചെയ്യുമ്പോൾ അതോടൊപ്പം ചെയ്യേണ്ട ഒരു സവിശേഷമായ കാര്യം കൂടിയുണ്ട്. പുഷ്പം സമർപ്പിക്കുന്നതായ അവസരത്തിൽ അഥവാ സമർപ്പിച്ചതിന് ശേഷം പരമശിവന്റെ ഏറ്റവും വിശേഷപ്പെട്ടതായ മന്ത്രമായ പഞ്ചാക്ഷരി മന്ത്രം 108 തവണ ജപിക്കുക. ഓം നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം 108 തവണ ജപിക്കുക. ശരീരശുദ്ധിയോടെയും മനഃശുദ്ധിയോടെയും ജപിക്കുക. രാവിലെയും വൈകുന്നേരവും ഇത്തരത്തിൽ സാധിക്കുന്നവർ ചെയ്യുകയാണ് എങ്കിൽ അത് ഇരട്ടി ഫലം നൽകും എന്ന കാര്യവും ഓർക്കുക. സകല ഗ്രഹങ്ങളുടെയും ദേവനാണ് സാക്ഷാൽ മഹാദേവൻ. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഗ്രഹദോഷങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാനോ കാഠിന്യം കുറയ്ക്കുവാനോ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക. മഹാദേവന്റെ കടാക്ഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിലൂടെ മഹാദേവ പ്രീതിയാൽ നാൾക്കുനാൾ ഉയർച്ച കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. സാമ്പത്തികപരമായ നേട്ടങ്ങൾ വർദ്ധിക്കാം. കടബാധ്യതകളാൽ ബുദ്ധിമുട്ടുകൾ, അതായത് കടം വന്നു ചേരുകയും തന്മൂലം സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നു ചേരാതെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്കും ഇത്തരത്തിൽ ചെയ്യുന്നത് അനുകൂലമാണ്. ഇതിലൂടെ കടം വീട്ടുവാനുള്ള വഴികൾ ഭഗവാനായി തന്നെ നിങ്ങൾക്ക് കാട്ടിത്തരും. അഥവാ അത്തരത്തിൽ ശുഭകരമായ കാര്യങ്ങൾ പ്രതീക്ഷിക്കുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. ഇനി ശനിയാഴ്ചയുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ശനിദോഷത്താൽ വലയുന്നവരാണ് പലരും. പല തരത്തിലുള്ള ശനിദോഷം പലരെയും ബാധിക്കും. എന്നാൽ പ്രത്യേകിച്ചും ഈ പുഷ്പം നിങ്ങൾ വിളക്ക് തെളിയിക്കുമ്പോൾ ശനിയാഴ്ച ദിവസം സമർപ്പിക്കുമ്പോൾ വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരും. ശനിപ്രീതി നേടുവാൻ സാധിക്കും എന്നാണ് പറയുക. ഒരു ശനിയാഴ്ച ചെയ്തതുകൊണ്ട് മാത്രമായില്ല എന്ന കാര്യം ഓർക്കുക. എല്ലാ ശനിയാഴ്ചയും ഇപ്രകാരം ചെയ്യുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഇതിലൂടെ ശനിയുടെ ദോഷങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാനോ കാഠിന്യങ്ങൾ കുറയ്ക്കുവാനോ സാധിക്കും. ഇതിലൂടെ ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് വർദ്ധിക്കുന്നതാകുന്നു. ഒറ്റ രാത്രി കൊണ്ട് ഈ കാര്യം നടക്കും എന്ന കാര്യം പറയുവാൻ സാധിക്കുന്നതല്ല. അതിനാൽ തന്നെ എല്ലാ ശനിയാഴ്ചയും ഇപ്രകാരം ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ ക്രമേണ മാറ്റങ്ങൾ വന്നു ചേരും. അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കും എന്ന കാര്യം നിസ്സംശയം പറയാം. കാരണം ഇത് പലരുടെയും അനുഭവം തന്നെയാകുന്നു. പലർക്കും അവരുടെ ജീവിതത്തിൽ ഇത്തരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാകുന്നു. അടുത്ത ക്ഷേത്രത്തിൽ ഇപ്രകാരം ചെയ്യുന്നതും ശുഭകരമാണ്. ധാരാളം പുഷ്പങ്ങളുണ്ട് അഥവാ അത്തരത്തിൽ പുഷ്പങ്ങൾ വിടരുന്നുണ്ട് എങ്കിൽ തീർച്ചയായും ഒരു വാഴയിലയിൽ ശുദ്ധിയോടെ തന്നെ ഇവ അടുത്തുള്ള ക്ഷേത്രത്തിൽ സമർപ്പിക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ സകല ദേവതാ പ്രീതിയും ആരെയും അസൂയപ്പെടുത്തും വിധം വളർച്ചയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നാണ് വിശ്വാസം. അതിനാൽ ശുദ്ധിയോടെ തന്നെ ഈ കാര്യം ചെയ്യുക. സർവ്വ ഐശ്വര്യങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും.